നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടന്നതായി പരാതി. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നത് 500 കോടിയുടെ തട്ടിപ്പെന്ന് പണം നഷ്ടപ്പെട്ടവർ. പണം തട്ടിയത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേര് പറഞ്ഞു പറ്റിച്ച്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. മഹത്തായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. തകർക്കപ്പെടുന്ന ഇന്ത്യൻ ഫെഡറൽ തത്വങ്ങൾ എന്ന വിഷയത്തിൽ പാലക്കാട്ട് KSSPU സെമിനാർ സംഘടിപ്പിച്ചത് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച്. ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം വാഹനാപകടത്തിൽ കോളേജ് അധ്യാപകന് ദാരുണാന്ത്യം. മരിച്ചത് ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പാലക്കാട് സ്വദേശി 27 വയസ്സുള്ള അക്ഷയ് R മേനോൻ. മരണകാരണം തലക്കേറ്റ ഗുരുതര പരിക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മധ്യവയസ്കനെ ബസ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ വകുപ്പ്. 2 ആഴ്ചക്കിടെ പിടികൂടിയത് പ്രകൃതി ചൂഷണത്തിന് ഉപയോഗിച്ച 17 വാഹനങ്ങൾ. താലൂക്കിന്റെ പല ഭാഗത്തു നിന്നും നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വയൽ നികത്തലിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും തഹസിൽദാർ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടന്നതായി പരാതി. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 500 കോടി തട്ടിയതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. തൃശൂർ 3 പീടിക സ്വദേശി ഹരിദാസ്, ഇരിങ്ങാലക്കുട സ്വദേശിനി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ തുടങ്ങിയവരുടെ പേര് പറഞ്ഞാണ് പണം തട്ടിയതെന്ന് പണം നഷ്ടപ്പെട്ട മാപ്രാണം സ്വദേശി മനോജ് പറഞ്ഞു. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കൊൽക്കത്തയിലെ മഠത്തിന്റെ 2ാമത്തെ സ്ഥാനപതിയാണ് ഹരിദാസ് എന്ന് വിശ്വസിപ്പിച്ച് വിശ്വാസം മറയാക്കിയായിരുന്നു തട്ടിപ്പ്. വിവിധ ബാങ്കുകളിൽ ഉടമകൾ മരണപ്പെട്ടതിനെ തുടർന്ന് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മഠത്തിന്റെ ട്രസ്റ്റ് മുഖാന്തരം വിതരണം ചെയ്യുമെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചു. ഇതിന്റെ ചെലവിലേക്കെന്ന് പറഞ്ഞായിരുന്നു ആദ്യ ധനസമാഹരണം. ഇതിലിപ്പോൾ ഇവര് ആദ്യം പറഞ്ഞത് ഒരു രാജരാജേശ്വരി ക്ഷേത്രം, കൽക്കട്ടയിലൊരു രാജരാജേശ്വരി ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത മഠാധിപതി ഈ ഹരിസ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹരിസ്വാമി മുഖേനയാണ് ഇപ്പോൾ ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മഠാധിപതി ഇങ്ങോരാകുമ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഈ വേൾഡ് ബാങ്കുകളിൽ ഡെത്ത് മണി ആയിട്ട് കിടക്കുന്നു പറഞ്ഞു. അതായത് മരിച്ചുപോയ ആൾക്കാരുകളുടെയും അനാഥമായി കിടക്കുന്ന ഫണ്ടുകളുണ്ടെന്ന് പറഞ്ഞു. ആ ഫണ്ട് സ്വരൂപിച്ച് ഈ ട്രസ്റ്റ് മുഖേന ഇത് സ്വരൂപിച്ച് പാവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഫസ്റ്റ് പറയുന്നത്, ഇവർ ആദ്യം പറയുന്നത്. അപ്പോൾ അതിന് നിയമപരമായിട്ട് പോകുമ്പോൾ പൈസ ചിലവുണ്ട്. ആ പൈസയാണ് ഈ ജനങ്ങളിൽ നിന്നും ഇതേപോലെ ഓരോരുത്തരിൽ നിന്ന് കളക്ട് ചെയ്യുന്നവർ. പിന്നാലെ തങ്ങൾ നടത്തുന്നത് ഇറിഡിയം ബിസിനസ്സാണെന്ന് നിക്ഷേപകരെ അറിയിച്ചു. 5000 രൂപ നിക്ഷേപിച്ചാൽ 5 കോടി തിരികെ കിട്ടുമെന്ന മോഹന വാഗ്ദാനത്തിൽ പലരും വീണു. പിന്നീടാണ് അത് പറയുന്നത് ഇതൊരു ബിസിനസ് ഫണ്ടാണ്. ഇത് അങ്ങനെ പറഞ്ഞ കാരണമാണ് ഒരുവിധ ആൾക്കാരുകൾ പൈസ ഇട്ടത് ഇതിൽ. പിന്നീടാണ് കുറേ കാലം കഴിയുമ്പോഴാണ് ഇത് ഒരു ബിസിനസ്സാണ്, എന്തോ ഒരു ലോഹവസ്തുവാണ്, ഇറിഡിയാണെന്നൊക്കെ പിന്നീട് പുറത്ത് സംസാരങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ചർച്ച പറയുന്നത് ഇറിഡിയത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടാണ്, ഇത് ഇറിഡിയം ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ടാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഫണ്ട് മേടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ഫണ്ടുകൾ മേടിക്കുന്നുണ്ട്. കോടികൾ മേടിച്ചിട്ടുണ്ട് ഓരോരുത്തരെയും. 5000 മുതൽ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കോടികളെ കൊടുത്തിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുകളിൽ നിന്നും സ്വരൂപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡർ പല ആൾക്കാരുകളിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ടാണ് ഇവർക്ക് ഫണ്ട് കൊടുത്തു തരുന്നത്. ഇപ്പോൾ അത് ഓരോരുത്തർ വീട് പണയം വെച്ചിട്ട്, സ്വർണം പണയം വെച്ചിട്ട്, അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പൈസ കൊടുത്തിട്ടുള്ളത്. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ പൈസ റെഡിയാവും, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ റെഡിയാവും, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ റെഡിയാവും. അങ്ങനെ ഇവർ പറഞ്ഞ് ഇങ്ങനെ നിർത്തിക്കുക. നിക്ഷേപം സ്വീകരിച്ചതാകട്ടെ പണമായും. പണം ലഭിച്ചാൽ പിന്നെ പണം സ്വീകരിച്ചവരെ ബന്ധപ്പെട്ടാൽ ഫോൺ എടുക്കില്ല. പണം തിരികെ ആവശ്യപ്പെട്ടാൽ വധഭീഷണിയാണെന്നും പരാതിക്കാർ പറയുന്നു. ഞാനിപ്പോൾ ഏകദേശം ഒരു 6 വർഷത്തോളമായി ഇവർ ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ലീഗലായിട്ട് നിയമപരമായിട്ട് ഇത് ആണെങ്കിൽ ഇവരെന്തിനാ നിയമത്തിന് ഭയപ്പെടുന്നത്? അതല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം പുറത്ത് കൊണ്ടുവരാനായിട്ട്, ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വ്യക്തി ഇറങ്ങി കഴിഞ്ഞാൽ ആ വ്യക്തിനെ ഉന്നത നേതാക്കന്മാരിൽ കൊണ്ട് ഭീഷണിപ്പെടുത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ ഇതാക്കുക. പിന്നെ വധഭീഷണി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ വ്യക്തികളെ ഒതുക്കാണ് ഇവർ. ഇറിഡിയം തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ ഷാജുട്ടൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയാൽ കേസെടുക്കാമെന്ന നിലപാടിലാണ് പോലീസ്. ഹരിദാസിനെ ഭയന്ന് പരാതി നൽകാൻ നിക്ഷേപകരും തയ്യാറല്ല. സംഭവത്തിൽ പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പണം നഷ്ടപ്പെട്ട മാപ്രാണം സ്വദേശി മനോജ്.
അതേസമയം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലക്കിടി കൂട്ടുപാതയിൽ വാഹനാപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചു. ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം യൂണിയൻ ബാങ്കിന് മുന്നിലാണ് രാവിലെ 8:40 അപകടമുണ്ടായത്. സ്കൂട്ടറും ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടത്തിൽ ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പാലക്കാട് സ്വദേശി അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാവിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട്ട് വീട്ടിൽ നിന്ന് ലക്കിടിയിലെ കോളേജിലേക്ക് വരുന്നതിനിടെയാണ് അപകടം. പാലക്കാട് മരുത റോഡ് ചന്ദ്രനഗർ ചൈതന്യ കോളനി അക്ഷയയിൽ രാജൻ എം മേനോന്റെ മകനാണ് 27 വയസ്സുള്ള അക്ഷയ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഹത്തായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. KSSPU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കാട്ട് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു NN കൃഷ്ണദാസ്. തകർക്കപ്പെടുന്ന ഇന്ത്യൻ ഫെഡറൽ തത്വങ്ങൾ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. വർഗീയതയുടെ വിത്തുമുളപ്പിക്കാൻ പാകത്തിൽ ഇന്ത്യൻ മണ്ണ് പരുവപ്പെടുത്താനായി സംഘപരിവാറിന്റെ സംഘടിത ശ്രമം നടക്കുന്നുണ്ടെന്നും NN കൃഷ്ണദാസ് ആരോപിച്ചു. മതസൗഹാർദ്ദവും മാനവികതയും ഊട്ടിയുറപ്പിക്കുന്ന ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ അടിത്തറയിളക്കാനാണ് ശ്രമം. പള്ളികൾക്കടിയിൽ വിഗ്രഹങ്ങൾ തേടിപ്പോകുന്നതിന് പിന്നിൽ വർഗീയതയുടെ കഥയും തിരക്കഥയുമുണ്ട്. വംശീയ ലഹളകളെ രാഷ്ട്രീയ അധികാര മുതലെടുപ്പുകൾക്കായി ഉപയോഗിച്ച സർക്കാർ ഇന്ത്യൻ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഫെഡറൽ സംവിധാനത്തെ തകർത്ത് ചാതുർവർണ്ണയത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ ഭാഗമാണ് ചരിത്രത്തെ നിഷ്കാസനം ചെയ്യുന്നതെന്നും പാഠ്യഭാഗങ്ങൾ കാവ്യവൽക്കരിക്കുന്നതും ഇതിന്റെ ഭാഗമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. മതേതരത്വത്തിന്റെ നിലനിൽപ്പിന് കരുതലും പൊരുതലും ആവശ്യമാണ്. രാജ്യസഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പൊ ഓരോ സംസ്ഥാനത്തിലെയും MLA-മാരാണ് രാജ്യസഭയിലേക്കുള്ള MP-മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ചുരുക്കിയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഒരു ഏകശിലാ രാഷ്ട്രമല്ല, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഈ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്നതാണ് ഫെഡറൽ എന്നുള്ളതിന്റെ അർത്ഥം. ഇന്ത്യ ഫെഡറൽ ആണ്, സെൻട്രൽ അല്ല. ഇങ്ങനെ നമ്മൾ മുമ്പിലേക്ക് പോയി മാസങ്ങളോളം വലിയ വലിയ ആൾക്കാരായി ഇത് ചർച്ച നടത്തിയത് കേട്ടോ, നമ്മളുമായിട്ടുള്ളവരൊന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാബു രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ അംബേദ്കർ, NC ചാറ്റർജി. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് H സൈമൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് K രേണുകാദേവി, B വിജയൻ, PG മോഹൻദാസ്, N ദണ്ഡപാണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ വകുപ്പ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പ്രകൃതി ചൂഷണത്തിന് ഉപയോഗിച്ച 17 വാഹനങ്ങളാണ് റവന്യൂ സ്ക്വാഡ് പിടിച്ചെടുത്തത്. താലൂക്കിൽ പല ഭാഗത്തു നിന്നും നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അത്തരം പരാതികളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും തഹസിൽദാർ അറിയിച്ചു. പട്ടാമ്പി മേഖലയിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ ശക്തമായ നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോവുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അനധികൃതമായി മണ്ണിടിച്ച് കടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന 3 മണ്ണുമാന്തിയും 6 ടിപ്പർ ലോറികളുമാണ് പട്ടിത്തറ, തൃത്താല, പട്ടാമ്പി വില്ലേജ് പരിധികളിൽ നിന്നായി പിടിച്ചെടുത്തത്. ഇതിനു പുറമെ പുഴമണൽ കടത്തുന്ന പ്രവൃത്തിയിലേർപ്പെട്ട ഒരു ടിപ്പർ ലോറി തിരുമിറ്റക്കോട് ഫസ്റ്റ് വില്ലേജിൽ നിന്ന് പിടിച്ചെടുത്തു. ഇതോടെ ഈ ആഴ്ചയിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം 10 ശക്തമായ നടപടിയിലൂടെ കഴിഞ്ഞയാഴ്ചയും 7 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. 2 ആഴ്ചക്കിടെ പിടിയിലായ വാഹനങ്ങളുടെ എണ്ണം 17. തൃത്താല, കുലുക്കല്ലൂർ വില്ലേജുകളിൽ അനുമതിയില്ലാതെ പാടത്ത് കരിങ്കല്ല് ഉപയോഗിച്ച് മതിൽ കെട്ടുന്ന പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്വന്തമായി കരഭൂമിയില്ലാത്തവർക്ക് നെൽകൃഷി സ്ഥലം 10 സെന്റ് വരെ നികത്തി വീട് വയ്ക്കാമെന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയിട്ടുണ്ടെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. നിലവിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവായ സ്ഥലങ്ങൾക്ക് മാത്രമാണ് ഈ അനുമതിക്ക് അർഹതയുള്ളതെന്ന് തഹസിൽദാർ അറിയിച്ചു. താലൂക്കിലെ പല ഭാഗങ്ങളിലായി അനധികൃതമായി നെൽവയൽ നികത്തലുകൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
ആസ്തി വികസനത്തിനും സുസ്ഥിര വരുമാനത്തിനും ഗ്രാമീണ ടൂറിസം വികസനത്തിനും മുഖ്യ പരിഗണന നൽകി പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് EP പൗലോസാണ് 2025-2026 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരിയുടെ അധ്യക്ഷതയിലായിരുന്നു ബജറ്റ് അവതരണ യോഗം. ആസ്തി വികസനത്തിനും സുസ്ഥിര വരുമാനത്തിനും ഞാവളൻകടവ് ഗ്രാമീണ ടൂറിസത്തിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് EP പൗലോസാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 26,50,1769 രൂപ പ്രതീക്ഷിത വരവും 26,01,00,000 രൂപ ചെലവും 49,769 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി രാംമോഹൻ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവണൂർ സ്വദേശി അനിരുദ്ധനാണ് മരിച്ചത്. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ സ്റ്റാൻഡിലുള്ളവരാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്റ്റാൻഡിലെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നു അനിരുദ്ധൻ. 2 മാസത്തോളമായി ഓടാതെ കിടന്നിരുന്ന ബസ്സിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോയി. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം BRCയുടെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ നഗരസഭാ ബ്ലോക്ക് തല ഉദ്ഘാടനവും സെമിനാറും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പരിസരവുമായി നമ്മുടെ പദ്ധതിയുമായി വിദ്യാഭ്യാസവുമായി എങ്ങനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാക്കുന്നതിന് കൂടിയായിരിക്കാം നമ്മൾ ഇന്നത്തെ ഈ പരിപാടി നമ്മളിവിടെ ആസൂത്രണം ചെയ്ത് ഗവൺമെന്റ് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി എന്ന് ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ IT മേഖലയിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ട്. പൂനത്തറയിൽ 2 വിഷയം ആരംഭിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ചതായിരുന്നു. ആരംഭിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളായി പോകുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റങ്ങൾ നമ്മളെ ഭാവിക്കനുസരിച്ച്, കുട്ടികളുടെ ഭാവി അനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ നമ്മുടെ കൈകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നൊരു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. നവകേരളവും വിദ്യാഭ്യാസ ഗുണമേന്മയും എന്ന വിഷയം SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ MR മഹേഷ് കുമാർ, സമഗ്ര ഗുണമേന്മ പദ്ധതി എന്തിന് എന്ന വിഷയം ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ VT ജയറാം എന്നിവർ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ബാബു, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA നസിറിൻ, ഒറ്റപ്പാലം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P മായ, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹരി, വാണിയംകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസ്, BRC BPC K പ്രഭാകരൻ, ഒറ്റപ്പാലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശാന്തകുമാരി, BRC ട്രെയിനർ PM വെങ്കിടേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടത്തി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ ചികിത്സയും പരിചരണവും ആവശ്യമായ കടുത്ത രോഗാവസ്ഥയിലുള്ള ആളുകൾക്കാണ് പാലിയേറ്റീവ് പരിചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള രോഗികൾ അവരുടെ ജീവിതാവസ്ഥയും മാനസികാവസ്ഥയും മറ്റിതര മനുഷ്യരെ അപേക്ഷിച്ച് വല്ലാത്ത രൂപത്തിലുള്ള ഒരു ഏകാന്തത. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് നഴ്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞലക്ഷ്മി, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത,
ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ വി വിനീത, ക്ഷേമകാര്യ ചെയർമാൻ രാധാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഗീത, രജിത, മിനി, അനിത എന്നിവർ സംസാരിച്ചു. കോട്ടായി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതിഥി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സജു നന്ദിയും പറഞ്ഞു. മിനിമോളുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. തുടർന്ന് പാലിയേറ്റീവ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ SC ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് SC വിഭാഗത്തിൽപ്പെട്ട വൃദ്ധർക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത്. അപേക്ഷിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും കട്ടിൽ നൽകി. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗുണഭോക്താക്കൾ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ SC വിഭാഗത്തിൽപ്പെട്ട വൃദ്ധർക്കുള്ള കട്ടിലാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. 5 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. അപേക്ഷ എത്തിയ എല്ലാ നമ്മുടെ ഗുണഭോക്താക്കൾക്കും നമ്മൾ കട്ടിൽ കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഈ കട്ടിലിൻ്റെ ഉദ്ഘാടന പരിപാടി വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, പുഷ്പലത, K അശോകൻ, KB രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന മണ്ണൂർ AUP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ആദരം. കുട്ടികൾ ലഹരിക്കെതിരെ നടത്തിയ മാരത്തണും ഫ്ലാഷ് മോബുമെല്ലാം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. മാസങ്ങളോളമായി ലഹരി എന്ന വിപത്തിനെതിരെ വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് മണ്ണൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പല പ്രവർത്തനങ്ങളും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. ഇതേ തുടർന്നാണ് വാർഡംഗം VM അൻവർ സാദിഖ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ ഈ വിദ്യാർത്ഥികൾ ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്ന് VM അൻവർ സാദിഖ് പറഞ്ഞു. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആദ്യത്തെ ശബ്ദമായി മണ്ണൂർ പഞ്ചായത്തിൽ നിന്ന് മണ്ണൂർ AUP സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികൾ, ആ കുട്ടികൾ ഒരു ഫ്ലാഷ് മോബ് പത്തിരിപ്പാല ജംഗ്ഷനിൽ വെച്ച് അവതരിപ്പിച്ചപ്പോൾ അവിടെയുള്ള ഓട്ടോ തൊഴിലാളികൾ മുതൽ പരിസരത്തുള്ള ആളുകൾ വരെ എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കപ്പെടുകയും അത് ചർച്ചാ വിഷയമാവുകയും ചെയ്തു. പ്രധാനാധ്യാപിക TA ഷെരീഫ അധ്യക്ഷത വഹിച്ചു. KN അമൽ ശങ്കർ, MT ഷിഹാബുദ്ദീൻ, PS വിനീത്, ഉമാദേവി എന്നിവർ സംസാരിച്ചു. S അജിത് കുമാർ സ്വാഗതവും KM അബ്ദുൽ ഹക്കീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KSKTU ഷൊർണൂർ വില്ലേജ് വനിതാ കൺവെൻഷൻ മുണ്ടായയിൽ നടന്നു. യൂണിയൻ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മുണ്ടായ ആന്തൂർകുന്ന് സാംസ്കാരിക നിലയത്തിലായിരുന്നു കൺവെൻഷൻ. KSKTU ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുരുഷനെ മീശ വെച്ച് നടക്കാനുള്ള അധികാരം കിട്ടിയത് അധികാലമായിട്ടില്ല, കുറച്ചു കാലേ ആയിട്ടുള്ളൂ. മുട്ടിന് താഴെ മുണ്ടെടുക്കാനുള്ള അധികാരം കിട്ടിയത് കുറച്ചു കാലേ ആയിട്ടുള്ളൂ മാറിയിട്ട്. അത് നമ്മൾ മറക്കരുത്. നമ്മുടെ ഇഷ്ടപ്പെട്ട കുട്ടികളുടെ പേര് വിളിക്കാനും അത് ഇഷ്ടപ്പെട്ട അമ്പലത്തിൽ പോയിട്ട് പേര് ചൊല്ലി ചോറ് കൊടുക്കാനും ഉള്ള അധികാരം കിട്ടിയത് അധിക കാലങ്ങളൊന്നായിട്ടില്ല, കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളേതാ? പറക്കുട്ടിയും കരിമുട്ടി ഏതെങ്കിലും കരളുടെയും അല്ലെങ്കിൽ അരളുടെയും ഇതിൻ്റെയൊക്കെ ചോട്ടിലിരിക്കുന്ന കരിമുട്ടിയാണ് അല്ലേ? അവിടെ ദൈവത്തിന് കൊടുക്കുന്നത് എന്താ? കള്ളും അതുപോലെ തന്നെ കോഴിയുമാണ്. വലിയ ദൈവങ്ങൾ അപ്പുറത്തുണ്ട്, അവിടെ പാൽപ്പായസാണ്. അന്നും ജാതി വിവേചനം സമൂഹത്തിലുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ നമുക്ക് പോയി തൊഴുകാനുള്ള അധികാരം നമുക്കുണ്ടായിരുന്നില്ല. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണിനന്ദനൻ, MK രാമചന്ദ്രൻ, വില്ലേജ് വൈസ് പ്രസിഡന്റ് K മുരളി എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ വനിതാ സബ് കമ്മിറ്റി കൺവീനറായി T ലത, ജോയിന്റ് കൺവീനറായി CP അനിത എന്നിവരുൾപ്പെടെ 11 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. V സുനിത നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കൈമക്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുതാലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി പറയെടുപ്പ് തുടങ്ങി. ശ്രീമൂലസ്ഥാനം മണ്ണൂർ സ്വരൂപത്തിൽ നിന്നും തുടർന്ന് കൊറ്റുകുളങ്ങര മച്ചിൽ നിന്നുമാണ് പറയെടുത്തത്. മാർച്ച് 25 ചൊവ്വാഴ്ചയാണ് കൂത്തുതാലപ്പൊലി മഹോത്സവം. വെളിച്ചപ്പാടിന്റെ അകമ്പടിയോടെയായിരുന്നു പറയെടുപ്പ്. തുടർന്ന് വേലാഘോഷത്തിന്റെ വിളംബരവുമായി പൂതൻതിറയും ശങ്കരനായാടിയും വീടുകൾ തോറും കയറിയിറങ്ങുന്നുണ്ട്.
പറയെടുക്കാൻ കൊച്ചുകുളങ്ങരയിൽ പോയി. കൊച്ചുകുളങ്ങരയിൽ നിന്ന് നായർ വീട്ടിൽ പോയി. നായർ വീട്ടിൽ നിന്ന് പിന്നെ ആവശ്യപ്പെട്ട വീട്ടുകൾ പറയെടുക്കുന്നിടത്ത് പോയി പറയെടുക്കും പോയി. വീടുകളിൽ നിന്നും ദക്ഷിണയും സ്വീകരിച്ച് പൂതൻതിറ കളിച്ചുമാണ് മടങ്ങുക. ചൊവ്വാഴ്ച വരെ വിളംബര അറിയിപ്പുണ്ടാകും. മാർച്ച് 25 ചൊവ്വാഴ്ചയാണ് വേലാഘോഷം. വേലാഘോഷം ഭംഗിയാക്കാൻ ട്രസ്റ്റി ബോർഡും ഉത്സവ കമ്മിറ്റിയും സജീവമായി രംഗത്തുണ്ട്. പറഞ്ഞോളൂ. ഈ വർഷത്തെ കൂത്തുകാലപ്പൊലി 25/3/25 ചൊവ്വാഴ്ച സമുചിതമായി ആഘോഷിക്കുന്നു. അതിന്റെ ഭാഗമായി അതിനോടനുബന്ധിച്ച് പറയെടുപ്പ് ശ്രീമൂലസ്ഥാനത്ത് തുടങ്ങി ദേശങ്ങളിൽ മുഴുവൻ പറയെടുപ്പ് നടത്തുന്നത്. ഒറ്റപ്പാടിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇത് നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ച് പൂതൻതറ പാരമ്പര്യ കലകൾ നടത്താറുണ്ട്. 100ഓളം പടകൾ എല്ലാ വർഷവും ഭഗവതിക്ക് അർപ്പിക്കാൻ വീടുകളിൽ പോയിട്ടാണ് ഇതെല്ലാം പറയെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലക്കിടി പുത്തൂർ തെക്കിനിയമ്മക്കാവ് ആറാട്ടുത്സവം ഭക്തിസാന്ദ്രമായി. ഈടുവടിയോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. ഗണപതി ഹോമം, ഇരട്ട തായമ്പക, ആറാട്ടു സദ്യ എന്നിവ നടന്നു. ഗജവീരന്മാരുടെ അകമ്പടിയോടെ വിവിധ വേലകൾ ക്ഷേത്രത്തിൽ അണിനിരന്നു. പാണ്ടിമേളവും തായമ്പകയും കളമ്പാട്ടും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടന്നതായി പരാതി. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നത് 500 കോടിയുടെ തട്ടിപ്പെന്ന പണം നഷ്ടപ്പെട്ടവർ. പണം തട്ടിയത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേര് പറഞ്ഞു പറ്റിച്ച്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. മഹത്തായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. തകർക്കപ്പെടുന്ന ഇന്ത്യൻ ഫെഡറൽ തത്വങ്ങൾ എന്ന വിഷയത്തിൽ പാലക്കാട്ട് KSSPU സെമിനാർ സംഘടിപ്പിച്ചത് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച്. ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം വാഹനാപകടത്തിൽ കോളേജ് അധ്യാപകന് ദാരുണാന്ത്യം. മരിച്ചത് ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, പാലക്കാട് സ്വദേശി 27 വയസ്സുള്ള അക്ഷയ് R മേനോൻ. മരണകാരണം തലക്കേറ്റ ഗുരുതര പരിക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മധ്യവയസ്കനെ ബസ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി താലൂക്കിൽ പ്രകൃതി ചൂഷണത്തിനെതിരെ നടപടി ശക്തമാക്കി റവന്യൂ വകുപ്പ്. 2 ആഴ്ചക്കിടെ പിടികൂടിയത് പ്രകൃതി ചൂഷണത്തിന് ഉപയോഗിച്ച 17 വാഹനങ്ങൾ. താലൂക്കിന്റെ പല ഭാഗത്തു നിന്നും നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വയൽ നികത്തലിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും തഹസിൽദാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.